ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിനക്ക് തെറ്റു പറ്റിയെന്ന് ബോധ്യമായാൽ നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി രാജു പ്രവർത്തിച്ചു എന്ന് തെളിഞ്ഞ പിന്നങ്ങോട്ട് ഈ ചേച്ചി പറയുന്ന അഭിപ്രായം സമ്മതിച്ചു തരാൻ നീ തയ്യാറാവോ? അണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും നല്ല പ്രതീക്ഷയില്ല. ഇല്ല, ഇലക്ഷൻ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ശരിയേട്ടാ, ഓക്കെ, ഞാൻ വിളിക്കാം. പ്രതാപ, എന്താ ചേച്ചി? പ്രതാപ, കാവിലെ ഉത്സവത്തിന്റെ കാര്യത്തിന് നീ ശരിക്കും എന്ത് തീരുമാനം എടുത്തിരിക്കുന്നേ? സോറി ചേച്ചി, ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും ചേച്ചി അതിനെ എതിർക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് മനസ്സിലായി. രാജുവിന് ഉടവാള് നൽകി നിന്റെ പിന്മുറക്കാരനാക്കാനാ നീ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? ചേച്ചിക്കറിയാലോ, ദീപക് പഠിക്കാൻ കാണിച്ച ആർജവും അവന്റെ മിടുക്കും എല്ലാം കണ്ടപ്പോ എന്റെ മനസ്സിൽ ആ സ്ഥാനം ദീപകിന് നൽകണമെന്നായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോ അവന്റെ കുസൃതി കൂടി വന്നു. ആ കുസൃതി ഇപ്പോ നിയന്ത്രണമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദീപകിന് ഇതേ ഉത്തരവാദിത്തമുള്ള കാര്യം ഏൽപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ചേച്ചി? എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് എനിക്ക് തോന്നിയത് രാജുവിനെയാ. പക്ഷെ പ്രതാപ, അവൻ ഇത്രയും വലിയൊരു സ്ഥാനം അറിയിക്കുന്നുണ്ടോ? അതിനവൻ എന്ത് യോഗ്യതയുള്ളത്? എവിടെയോ ഒരു പുറമ്പോക്കിൽ ജനിച്ച് പറയത്തക്ക യാതൊരു കുടുംബ പാരമ്പര്യവും കുലമഹിമയില്ലാത്ത അവനെയാണോ നീ നമ്മുടെ കുടുംബത്തിന്റെ സർവാധികാരം ഏൽപ്പിക്കാൻ പോകുന്നത്? കഷ്ടം. ജനിച്ച സ്ഥലമോ കുടുംബ പാരമ്പര്യമോ കുലമഹിമയോ ഒന്നുമല്ല, മനുഷ്യന്റെ നിലവാരം അളക്കാനുള്ള അളവുപോൽ. അതവന്റെ അച്ചടക്കവും വ്യക്തിത്വമാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പ്രതാപ നീ ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്റെ മകനൊരു കഴിവുകെട്ടവനാണെന്നാണോ? ചേച്ചി, ഞാൻ ദീപകിനെ കുറിച്ച് അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ബിസിനസ്സുകൾ, കൈമോശം വന്നിട്ടില്ലാത്ത നമ്മുടെ സ്വത്തുക്കൾ, പിന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ സമ്പാദിച്ച സ്ഥാനവും സൽപ്പേരുമൊക്കെ അത് ഇരട്ടിയാക്കാൻ രാജുവിനെ കഴിയൂ. പ്രതാപ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതെ, ഉടവാളാണ് നീ കൈമാറാൻ പോകുന്നത്. ചേച്ചിക്കറിയാലോ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ആ ഉടവാള് എന്റെ കൈകളിലേക്ക് സ്വീകരിച്ചതെന്ന്. രാജുവിനെ എനിക്ക് വിശ്വാസമാണ്. അവൻ സംയോജിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളാ. അവൻ നല്ലൊരു മനസ്സിനുടമയാ. ഇത്രയൊക്കെ പോരെ ചേച്ചി ഒരു നല്ല മനുഷ്യനാകാൻ? പ്രതാപ, നിനക്കറിയില്ല, എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ലക്ഷ്യം കണ്ടുകൊണ്ടാ അവൻ ഋതികയെ വശീകരിച്ച് വിവാഹം കഴിച്ച് നിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതെങ്കിലോ? നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല ചേച്ചി, രാജു അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രാജുവിനെ പരിപൂർണമായും വിശ്വാസമാണ്. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. പ്രതാപ, നീ ഇത് മാറ്റി പറയുന്നൊരു ദിവസം ഉണ്ടാവും. അംബികയാ പറയുന്നേ, നിന്റെ ചേച്ചിയാ പറയുന്നേ. ചേച്ചി, ഇതൊക്കെ ദീപകിന് ഞാൻ ആ സ്ഥാനം നൽകാത്തോണ്ടുള്ള വിദ്വേഷം കൊണ്ട് തോന്നുക. ഞാൻ പറയുന്നു, ചേച്ചി ഇതൊക്കെ മാറ്റി പറയുന്നൊരു ദിവസം ഉണ്ടാവും. ഞാൻ എടുത്ത തീരുമാനം ഉചിതമാണെന്ന് ചേച്ചി എന്നോട് പറയുന്ന ഒരു ദിവസം. ശരി പ്രതാപ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലാവുന്നില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തു പറഞ്ഞിട്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ചേച്ചി, എന്റെ തീരുമാനം ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കെന്ത് വേദന പ്രതാപ? ഞാനേ
ഈ സ്വത്തുക്കളും പണമൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് എന്റെ അനിയനായി നീ എപ്പോഴും എന്റെ കൂടെ വേണം. നീ സന്തോഷമായി ഇരിക്കണം. നിനക്ക് സമാധാനം ഉണ്ടാവണം. എനിക്ക് അത്രേ ഉള്ളൂ. സ്വത്തുക്കളും പാരമ്പര്യവും അല്ല. നീ നിനക്കിഷ്ടമുള്ള ആരെങ്കിലും ഏൽപ്പിക്കേ. അതിലെനിക്ക് യാതൊരു പരാതിയില്ല. നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ നിനക്ക് തെറ്റു പറ്റിയെന്ന് ബോധ്യമായാൽ, നിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി രാജു പ്രവർത്തിച്ചു എന്ന് തെളിഞ്ഞ, പിന്നങ്ങോട്ട് ഈ ചേച്ചി പറയുന്ന അഭിപ്രായം സമ്മതിച്ചു തരാൻ നീ തയ്യാറാവോ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? നീ തയ്യാറാണോ പ്രതാപ? അത് പറ. തയ്യാറാണ് ചേച്ചി. ശരി. സാറൊന്ന് അവിടെ നിന്നേ. എന്താ ദീപക്കെ? എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ, എന്നാ നീ സംസാരിക്ക. അതിന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇത്ര മസിൽ പിടിച്ച് നിക്കണോ? കാര്യം പറഞ്ഞാ പോരെ? തടഞ്ഞു നിർത്തി സംസാരിച്ചാൽ എന്താ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ, ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിനക്ക് പഴയതിനേക്കാളും കുറച്ചു ഹോങ്ക് കൂടിയിട്ടുണ്ടല്ലോ രാജു. അതൊക്കെ നിന്റെ തോന്നലാ ദീപക്കെ. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാ. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. നീയെല്ലാം ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനിലാണല്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിനക്കെന്താ വെളിവില്ലേ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ പകലും കള്ളുകൂടി തുടങ്ങിയോ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ നല്ല നോർമലായിട്ടാ നിൽക്കുന്നത്. പറയാനുള്ളത് പറയുമ്പോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നും എന്നെ കള്ളുകൂടിയനാക്കുന്നതാണല്ലോ ഇവിടെ എല്ലാവരുടെയും ശീലം. രാജു, എന്താ രാജു, എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല മാഡം. ദീപക്കിനെന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എന്താ ദീപക്കെ? അത് ഞാൻ ഇവനോട് പറഞ്ഞോളാം. എങ്കി നീ പറയേ. കുറെ നേരം ആയല്ലോ, സമയം പോന്നു. എനിക്ക് വീട്ടിൽ പോണുള്ളതാ. നീ ഒരു അവസരം കിട്ടിയപ്പോഴേ എല്ലാം കൊണ്ടുപോയി ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിച്ചോ? അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ? നീ എന്താ ഈ പറയുന്നേ? ഞാനിവിടെ വർമ്മ സാറിന്റെ സ്വത്തുക്കൾ കണ്ടാണ് നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി ദീപകെ. നിനക്കേ ഭ്രാന്ത.